രണ്ടാമത് വർഷമാണ് റമദാനിൽ നോമ്പ് തുറക്കായുള്ള ഇഫ്താർ വിഭവങ്ങളുമായി സംഘം യാത്ര ചെയ്യുന്നത്. അസർ നമസ്കാരത്തിന് ശേഷമാണ് യാത്ര ആരംഭിക്കുന്നത്. അബുദാബിയിലെ കലാകൂട്ടായ്മയായ ഇഷൽ ബാൻഡാണ് റമദാൻ മാസം അബുദാബിയുടെ വിവിധ ലേബർ ക്യാമ്പുകളിൽ നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ശ്രമകരമായി അത് ഇവിടെ എത്തിച്ചു കൊടുത്ത് അവരുടെ കൂടെ അവരെ സന്തോഷിപ്പിച്ചയക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷൽ ബാൻഡ് ഇത് രണ്ടാം തവണയാണ് ഈ ലേബർ ക്യാമ്പുകളിൽ ഇതുപോലെ ഇഫ്താർ കിറ്റ് വിതരണം നടത്തിക്കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഫാം ഹൗസിൽ അവർക്ക് വേണ്ട ഇഫ്താർ നമ്മുടെ കൂടെ ഇരുത്തി അവരെ കഴിപ്പിക്കുകയും അവരുടെ സന്തോഷം പങ്കിടുകയും ചെയ്തു. ബനിയാസ് ചൈന ക്യാമ്പിൽ നിന്നും ബസ് മാർഗം 500ഓളം തൊഴിലാളികളെ അബുദാബി അൽ ഖാത്തിം ഫാം ഹൗസിലെത്തിച്ച കൂട്ടായ്മ വേറിട്ട ഇഫ്താറും ഒരുക്കിയിരുന്നു. കുടുംബാംഗങ്ങൾ ചേർന്ന് തന്നെ ഇഫ്താർ വിഭവങ്ങൾ പാകം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്ത അർഹരായ തൊഴിലാളികൾക്കൊപ്പം ഒരു നോമ്പ് തുറ. I'm very happy to participate in this charity program. This is the first time I'm doing such a charity. നോമ്പ് വിഭവങ്ങൾ മാത്രമല്ല, പെരുന്നാളിനുള്ള വസ്ത്രങ്ങളും വീട്ടു സാധനങ്ങളും നൽകിയാണ് ഈ കൂട്ടായ്മ ഇഫ്താർ കഴിഞ്ഞു മടങ്ങുന്നത്. We are very happy for this. लाखों शुक्रिया, अल्हम्दुलिल्लाह. അബുദാബിയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നും സമാഹരിച്ച വസ്ത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവയെല്ലാം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന സോമാലിയൻ ജനതയ്ക്ക് നൽകുന്നതിനു വേണ്ടി എമിറേറ്റ്സ് റെഡ് ക്രസന്റിന് കൈമാറുകയും ചെയ്യുന്നുണ്ട് ഈ കൂട്ടായ്മ. ഏറ്റവും ദരിദ്രമായി നിൽക്കുന്ന സോമാലിയ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഈ റമദാനിൽ ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും സമാഹരിച്ച് UAE റെഡ് ക്രസന്റ് സഹകരണത്തോടെ അത് അവർക്ക് കൈമാറാൻ സാധിച്ചു. സേവനപാതയിൽ സമാനതകളില്ലാത്ത സേവനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അബുദാബിയിലെ ചെറിയ കലാകൂട്ടായ്മയായ ഇഷൽ ബാൻഡ് മറ്റുള്ളവർക്ക് വലിയ മാതൃകയാവുകയാണ്. സമീർ കല്ലറ, മാതൃഭൂമി ന്യൂസ്, അബുദാബി.